മറിയം നേരത്തെ എക്സിനെ ഡിവോഴ്സ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നല്ലോ. ഇപ്പോഴാകട്ടെ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ സബ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം വോജുവിന്റെ കൂടെ അവിടെ നിന്നും ഇറങ്ങിയിട്ട് അവളും അപ്പാർട്ട്മെന്റിലൊക്കെ കയറി അവളുടെ സാധനങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്യുകയാണ്. പിന്നീട് അവർ ഒന്നിച്ച് വണ്ടിയിലിരിക്കുന്ന സമയത്തായിരുന്നു ബ്യൂട്ടി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലെ സ്റ്റാഫും അവളെ കോൺടാക്ട് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് അവളുടെ പേരിലായിട്ട് വീടൊക്കെ എഴുതി കൊടുക്കാനായിട്ട് പോവുകയാണെന്നുള്ള കാര്യം സ്റ്റാഫ് അറിയിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഡിവോഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ആ ഒരു സമ്മാനമൊന്നും മേടിക്കുവാനായിട്ട് തനിക്ക് സാധിക്കുകയില്ല എന്നായിരുന്നു സ്റ്റാഫിനെയും അവൾ അറിയിക്കുന്നത്. നേരത്തെ തന്നെ വൂജോ മെറിൻ സെക്രട്ടറിയുടെ അടുത്ത് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ സ്റ്റാഫുമായിട്ടുള്ള കോളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് സെക്രട്ടറി ആരോടും സത്യങ്ങളൊന്നും തന്നെ തുറന്നു പറഞ്ഞിട്ടില്ല എന്ന കാര്യം മറിയും മനസ്സിലാക്കുന്നത്. സെക്രട്ടറിയും ഓഫീസിൽ നിന്നും അവന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും ജിൻകുങ്ങിന്റെ കോളും വരുന്നു. അതുകൊണ്ട് തന്നെ അവനും ജിൻകുങ്ങിനെ കാണുവാനായിട്ട് പോവുകയാണ്. ജിനിക്കുങ്ങും സെക്രട്ടറിക്ക് ഒരുപാട് ഉപദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണോ ഇപ്പോൾ അവൻ നന്നാവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതെന്ന് അവളും ചോദിക്കുന്നു. ശരിക്കും അവൻ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റുന്നതിനെ കുറിച്ച് അവൾക്ക് ആലോചിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. ഇപ്പോഴും താൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയൊക്കെ താൻ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് എന്ന രീതിക്ക് സെക്രട്ടറി പറയുമ്പോഴത്തേക്കും ഒരുപക്ഷെ അന്വേഷണമൊക്കെ നടന്ന് കഴിയുമ്പോഴത്തേക്കും സെക്രട്ടറിനെ ജയിലിൽ ഇടുവാനായിട്ട് പോലും സാധ്യതയുണ്ടെന്നുള്ള സത്യം ജിൻകുങ് മനസ്സിലാക്കുകയാണ്. സോ അവളും അവന്റെ കാര്യം ഓർത്തിട്ട് ആകെ ടെൻഷൻ അടിക്കുന്നു. വൂജന്റെ മുത്തശ്ശിയും ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച നമുക്ക് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മെറീനെയും മുത്തശ്ശി കോൾ ചെയ്യുകയാണ്. ചെറുവമ്മണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ എത്രയും വേഗം മെറീനെ കാണുമെന്ന കാര്യം ടീമിലെ ആൾക്കാർക്ക് അറിയാമായിരുന്നു. സോ ഏതൊക്കെ രീതിക്ക് ചെറുവമ്മനെ കൺവിൻസ് ചെയ്യണമെന്ന രീതിക്കുള്ള ഒരു ക്ലാസ് ഒക്കെ മെറിക്കും അവർ എടുത്തു കൊടുക്കുന്നു. മെറിയുടെ എക്സിന്റെ അമ്മയും സഹോദരിയും കൂടി നടന്നു വരുന്ന സമയത്ത് മെറിയുടെ എക്സും ഒരു പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുന്നതൊക്കെ അവരും കാണുകയാണ്. ശരിക്കും എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സ് നേരത്തെ പ്രസ് കോൺഫറൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ആ ഒരു സമയത്ത് ആരും തന്നെ പ്രസ് കോൺഫറൻസിന് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവന്റെ മുമ്പിലിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയും ഒരു റിപ്പോർട്ടറാണ്. സോ എന്തായിരുന്നു അവന് പറയുവാനായിട്ടുണ്ടായിരുന്നതെന്ന് പറയാമോ എന്ന കാര്യമൊക്കെ റിപ്പോർട്ടർ ചോദിക്കുമ്പോഴത്തേക്കും അവനും പറയുവാനായിട്ട് തയ്യാറാകുന്നില്ല. പിന്നീട് അവർ ഇറങ്ങിപ്പോകുവാൻ നേരത്ത് അവളും അവളുടെ കാർഡൊക്കെ കൊടുത്തതിന് ശേഷം വൂജു ഏതോ ഫ്രോഡൊക്കെ നടത്തിയെന്നല്ലേ നിനക്ക് പറയുവാനായിട്ടുണ്ടായിരുന്നത്, അതിന്റെ തെളിവുകൾ നിന്റെ കയ്യിൽ കാണുമല്ലോ, എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാനും അതൊക്കെ പബ്ലിഷ് ചെയ്തോളാം എന്ന രീതിക്ക് റിപ്പോർട്ടറും സംസാരിക്കുന്നു. എങ്കിൽ പോലും ആ ഒരു കാർഡൊക്കെ കളയുവാനായിട്ടായിരുന്നു എക്സ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എക്സിന്റെ അമ്മയും അനിയത്തിയും അവിടെ എത്തിയിട്ട് അവനോട് എന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവനത് തുറന്ന് പറയുവാനായിട്ട് നിൽക്കുന്നില്ല. പക്ഷെ ഇവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന എക്സിന്റെ അമ്മയും സഹോദരിയും കൂടി ചേർന്നിട്ട് ഇന്റർനെറ്റിലൊക്കെ നോക്കുമ്പോഴത്തേക്കും വൂജുവിന്റെ ഫോട്ടോയും അവർ കാണിക്കുകയാണ്. സോ വൂജുവും മെറിയും തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്നുള്ള കാര്യം അറിയാവുന്ന അവരും ഇപ്പോൾ മെറി സ്നേഹിക്കുന്ന ആള് വലിയൊരു കമ്പനിയുടെ സിഇഒ ആകുവാനായിട്ട് പോകുന്ന ആളാണെന്നുള്ള സത്യമൊക്കെ മനസ്സിലാക്കിയിട്ട് മെറിയുടെ അടുത്തായിട്ട് കൂടുതൽ കുശുമ്പൊക്കെ ആകുന്നു. മെറീനെ കാണുവാനായിട്ട് വളരെ ഹാപ്പി ആയിട്ടായിരുന്നു ചെറുവുമൺ ഇരുന്നിട്ടുണ്ടായിരുന്നത്. മെറീനെ കുറിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഒന്നും തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ മെറീനെ കണ്ടിട്ട് തനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടുവെന്നും അവൾ നല്ലൊരു വ്യക്തിയാണെന്നും പറഞ്ഞുകൊണ്ട് ചെറുവുമണും ഇരിക്കുന്നു. പക്ഷെ ഇതേ സമയത്താണ് ചെറുവുമണെ കാണുവാനായിട്ട് എക്സിന്റെ അമ്മയും സഹോദരിയും കൂടി എത്തുന്നത്. നിങ്ങളുടെ കൊച്ചുമോൻ ഇപ്പോൾ ഡേറ്റ് ചെയ്യുന്ന മെറി ഉണ്ടല്ലോ, അവൾ ഇതിനു മുമ്പ് വിവാഹമൊക്കെ കഴിച്ചതാണ്, കൂടാതെ ഒരു ഡിവോഴ്സിയാണ്. ഞാനാകട്ടെ അവൾ നേരത്തെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്ന ആളുടെ അമ്മയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എക്സിന്റെ അമ്മയും സംസാരിക്കുന്നത്. കൂടാതെ മെറീനെ കുറിച്ചുള്ള ഒരുപാട് കുറ്റങ്ങളെല്ലാം തന്നെ മുത്തശ്ശിക്കും പറഞ്ഞു കൊടുക്കുന്നു. സോ ഇപ്പോൾ ബൂജുവും മെറിയും കൂടി മുത്തശ്ശിനെ കാണുവാനായിട്ട് നിൽക്കുന്ന സമയത്ത് മുത്തശ്ശിക്ക് ബൂജനെ മാത്രമായിട്ടൊന്ന് കാണണമെന്ന് സെക്രട്ടറിയും ബൂജനെ വിളിച്ചറിയിക്കുകയാണ്. പക്ഷെ ഇങ്ങനൊരു കാര്യം എങ്ങനെയാണ് മെറിയുടെ അടുത്ത് പറയുക? അതുകൊണ്ട് തന്നെ ബൂജുവും മുത്തശ്ശിക്ക് എന്തോ സുഖമില്ലെന്നൊക്കെ പറഞ്ഞു ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മെറിനെ തിരിച്ച് പറഞ്ഞയക്കുന്നു. ബൂച്ചു മുത്തശ്ശിനെ കാണുവാനായിട്ട് ചെല്ലുന്ന സമയത്ത് മെറി ഡിവോഴ്സ്ഡ് ആണോ എന്ന് മുത്തശ്ശിയും ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ മുത്തശ്ശിയോട് പറയുവാനായിട്ട് നിൽക്കുക ആയിരുന്നു എന്ന് ബൂച്ചു പറയുമ്പോഴത്തേക്കും എന്തൊക്കെ കാര്യങ്ങളാണ് താൻ അറിയാത്തതായിട്ടുള്ളതെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നു. മെറി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടുണ്ടായിരുന്ന മെറിയുടെ എക്സും ഇനിയെങ്കിലും താൻ ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കുമെന്നും മെറിയും ഹാപ്പി ആയിട്ട് ഇരിക്കുവാനായിട്ട് താൻ ആഗ്രഹിക്കുന്നുവെന്നും ഫോട്ടോ ഒക്കെ നോക്കി പറയുകയാണ്. കൂടാതെ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കുകയില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന അവനും അവന്റെ അനിയത്തിയുടെ കോളൊക്കെ വരുമ്പോഴത്തേക്കും ആകെ ഞെട്ടുന്നു. അനിയത്തിയും ഇതുപോലെ ചെറുപ്പമട്ട വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം അറിയുമ്പോഴത്തേക്കും അവൻ കൂടുതൽ നിരാശനാവുകയാണ്. എന്റെ അമ്മയും സഹോദരിയും കൂടി ചേർന്നിട്ട് ബൂച്ചിന്റെ മുത്തശ്ശിനെ കാണുവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവര് നിന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ മുത്തശ്ശിനെ അറിയിച്ചു. നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുള്ള എക്സിന്റെ മെസ്സേജസ് ഒക്കെ കാണുമ്പോഴത്തേക്കുമാണ് എന്തുകൊണ്ടാണ് തന്നെ കാണുവാനായിട്ട് മുത്തശ്ശി കൂട്ടാക്കാതിരുന്നതെന്നുള്ള കാര്യമൊക്കെ മെറിയും മനസ്സിലാക്കുന്നത്.
മെറി വൂജുവിന്റെ മുത്തശ്ശിനെ കാണുവാനായിട്ട് പോകുന്ന കാര്യമെല്ലാം തന്നെ മെറിയും അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ എന്തായെന്ന് അറിയുവാനായിട്ട് അമ്മ വിളിക്കുമ്പോഴത്തേക്കുമാണ് എക്സിന്റെ അമ്മയും സഹോദരിയും കൂടി ചേർന്നിട്ട് മുത്തശ്ശിനെ കണ്ടിട്ടുണ്ടായിരുന്ന കാര്യമെല്ലാം തന്നെ മെറിയും അമ്മേനെ അറിയിക്കുന്നത്. സ്വദേശം വന്നിട്ടുണ്ടായിരുന്ന മെറിയുടെ അമ്മ അനീതിനെയും കൂട്ടിക്കൊണ്ട് അവർക്കെതിരെ പ്രതികാരം ചെയ്യുവാനായിട്ട് പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് എക്സിന്റെ അമ്മേനെ സഹോദരനെയും കണ്ടിട്ടുണ്ടായിരുന്ന മെറിയുടെ അമ്മയും സഹോദരിയുമാകട്ടെ അവരെ രണ്ടുപേരെയും റോട്ടിൽ വെച്ച് തന്നെ ഉപദ്രവിക്കുകയാണ്. നിങ്ങൾ എന്റെ മകളുടെ അടുത്ത് എന്തൊക്കെയാണ് ഈ ചെയ്തു വെച്ചിട്ടുള്ളത്, അതിനെല്ലാത്തിനും ഞങ്ങൾ നിനക്ക് ശിക്ഷ നൽകുവാനായിട്ട് പോവുകയാണെന്നൊക്കെ ആയിരുന്നു അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നതും. സെക്രട്ടറിയുടെ കേസിന്റെ ട്രയലൊക്കെ നടക്കുന്ന ദിവസം ജോഗിങ്ങിനായിട്ട് എത്തിയതായിരുന്നു സെക്രട്ടറിയും. സോ തനിക്ക് ലൈഫിൽ പണമാണ് ഏറ്റവും വലുതെന്നുള്ള ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നതെന്നും, പക്ഷെ മനസ്സ് തുറന്ന ഒരാൾ തന്റെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്കുമാണ് സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് താനും തന്റെ ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നതെന്നും സെക്രട്ടറിയും പറയുന്നു. ശരിക്കും അതെല്ലാം തന്നെ ജനിക്കുകയെ ഉദ്ദേശിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൾക്കും അതെല്ലാം തന്നെ മനസ്സിലാവുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ജോഗിങ്ങിനും പോകുന്നു. ഇപ്പോൾ മെറിയും വൂജും പരസ്പരം കണ്ടിരിക്കുകയാണ്. സത്യാവസ്ഥയൊക്കെ മെറിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ മെറി മനഃപൂർവ്വമായിട്ട് വൂജിനെ കുറച്ചൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പകരം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൾക്ക് മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവനെ കാണുവാനായിട്ട് സാധിക്കാതെ പോയതെന്നാണ്. കൂടാതെ ഉങ്സുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഉങ്സുവിന് ഗെയിമിംഗ് ഒക്കെയാണ് ഒരുപാട് ഇഷ്ടം. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ ഉങ്സുവും കമ്പനിയിൽ നിന്നും രാജിവെച്ച് പോയതിനു ശേഷം അവൻ ഇഷ്ടപ്പെട്ട ഗെയിമിംഗ് കരിയറൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമെന്ന കാര്യം വൂജുവും മെറിനെ അറിയിക്കുന്നു. പിന്നീട് വൂജുവിന് സെക്രട്ടറിയുടെ അടുത്ത് നിന്നും ഒരു കോൾ വരുമ്പോഴത്തേക്കും മുത്തശ്ശി ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാമോ എന്ന് വൂജു പറയുന്നത് മെറിയും കേൾക്കുകയാണ്. സോ അവളും ഒരുപാട് നിരാശപ്പെട്ടു പോകുന്നു. തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്ന വൂജുവും ആന്റിയും ഓങ്സും മുത്തശ്ശിയോടൊപ്പം ഇരിക്കുന്നത് കാണുന്നു. കൂടാതെ മുത്തശ്ശിയും ഇപ്പോൾ മെറിയുടെ കാര്യത്തിലുള്ള തീരുമാനമൊക്കെ അറിയിക്കുകയാണ്. സോ മെറി ആകെ വിഷമിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്ന അവിടേക്ക് വൂജു കൂടി എത്തുന്നു. ഈ ഒരു സമയത്ത് വൂജു മുത്തശ്ശിനെ കണ്ടിട്ടാണ് വന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന മെറിയും ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ നീയും മുത്തശ്ശിയുടെ അടുത്ത് എന്റെ കാര്യം ഒന്നും കൂടെ ഒന്ന് ആലോചിക്കാനൊക്കെ പറഞ്ഞല്ലോ, അതും ഞാൻ കേട്ടു. സോ നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. നീ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലും ഞാൻ ഒരിക്കലും തകർന്നു പോവുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെറി ഇരിക്കുമ്പോഴത്തേക്കും ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് തീരുമാനം എടുക്കുവാനായിട്ട് ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിന്റെ കാര്യം ആയിരുന്നില്ല എന്ന് അവനും പറയുകയാണ്. അതായത് ഇനി മുതൽ മുത്തശ്ശി മാറിയിട്ട് പകരമായിട്ട് കമ്പനിയൊക്കെ നോക്കി നടത്തുവാനായിട്ട് ബൂജുവിനെ ഏൽപ്പിക്കാമെന്നായിരുന്നു മുത്തശ്ശിയുടെ തീരുമാനം. ഞാൻ അതിനെക്കുറിച്ചാണ് മുത്തശ്ശി ഒന്നും കൂടെ ഒന്ന് ചിന്തിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ മുത്തശ്ശി ഞങ്ങളുടെ ഫാമിലിയിൽ പാരമ്പര്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു മോതിരമൊക്കെ എനിക്ക് തന്നു. അത് നിന്റെ കയ്യിൽ ഇട്ട് കൊടുക്കുവാനായിട്ട് മുത്തശ്ശി പറഞ്ഞു. നിനക്ക് ഇഷ്ടമുള്ളിടത്ത് ഫുഡ് കഴിക്കാം, ഇഷ്ടമുള്ളിടത്ത് ട്രാവൽ ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഈ ഒരു സമയത്ത് നീ പ്രപ്പോസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒരിക്കലും അവളെ വിട്ടുകളയുവാനായിട്ട് പാടില്ല എന്നാണ് എന്നോട് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് വൂജു പറയുമ്പോഴത്തേക്കും മെറി മൊത്തത്തിലൊന്ന് ഞെട്ടുന്നു. കൂടാതെ ഇപ്പോൾ മെറീനെ വൂജുവും പ്രപ്പോസ് ചെയ്യുകയാണ്. അങ്ങനെ മെറിയും വിവാഹം കഴിക്കുവാനായിട്ടുള്ള ആ ഒരു പ്രപ്പോസലൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് അവനെയും കിസ് ചെയ്യുന്നു. കൂടാതെ പിറ്റേ ദിവസം മുത്തശ്ശിനെ കാണുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന മെറിയും താൻ ചെയ്ത തെറ്റുകളെല്ലാം തന്നെ അംഗീകരിക്കുന്നുവെന്നും അതെല്ലാം തന്നെ ഏറ്റുപറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും മുത്തശ്ശിനെയും അറിയിക്കുകയാണ്. സോ മുത്തശ്ശിയും ഇപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. കൂടാതെ വൂച്ചിനെ വിവാഹം കഴിക്കുവാനായിട്ട് പോകുന്ന ആള് അവിടെ എത്തിയെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ആന്റിയും ഉങ്സും കൂടി ഓടി അവിടേക്കും എത്തുന്നു. അപ്പോഴാണ് മറ്റൊരു സത്യവും അവർ തുറന്നു പറയുന്നത്. മുത്തശ്ശി പറഞ്ഞത് പ്രകാരം മെറിയുടെ ഫാമിലിനെ കാണുവാനായിട്ട് മെറിയുടെ ഫാമിലിയൊക്കെ താമസിക്കുന്ന സ്ഥലത്തേക്ക് ആന്റിയും ഉങ്സും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. അവര് ടെസ്റ്റിങ്ങിന് വെച്ചിട്ടുണ്ടായിരുന്ന ഫുഡൊക്കെ കഴിച്ചു നോക്കുന്ന സമയത്ത് ഒരുപാട് നേരമായിട്ട് ടെസ്റ്റിങ്ങിന്റെ സാധനങ്ങളാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമൊക്കെ അമ്മയുടെ കടയിലെ സ്റ്റാഫും പറയുന്നു. അത് കേട്ടിട്ടുണ്ടായിരുന്ന ഓങ്സവും എന്നാൽ ഞാൻ ഇതൊക്കെ മേടിക്കുവാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് 2 പ്ലേറ്റ്സിലെ സാധനങ്ങളൊക്കെ മേടിക്കുവാനായിട്ട് ശ്രമിച്ച സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന മെറിയുടെ അമ്മയും അത് എടുക്കുവാനായിട്ട് പാടില്ല എന്നും അവനോട് പറയുകയാണ്. ആദ്യം ഓങ്സു അത് തന്നെ വേണമെന്ന് പറഞ്ഞ് കുറച്ച് നിർബന്ധമൊക്കെ പിടിക്കുന്നുണ്ടെങ്കിലും മെറിയുടെ അമ്മ മറ്റൊരു ഫുഡ് ഐറ്റം ഒക്കെ ആയിരുന്നു അവന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ വരുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് നേരത്തെ ഉങ്സു എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫുഡൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ മാത്രമായിരുന്നു ആ കുട്ടിയുടെ അമ്മ മരിച്ചുപോയതാണെന്നും അച്ഛൻ ഫിഷർമാൻ ആയതുകൊണ്ട് തന്നെ വീട്ടിലില്ല എന്നും ഒരു അനിയത്തി കൂടി അവൾക്ക് ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ രണ്ടുപേരുടെ വയറ് നിറയ്ക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നും അതുകൊണ്ടാണ് വില കുറഞ്ഞ ആ ഒരു ഫുഡ് ഐറ്റം അവൾക്ക് വേണ്ടി മാത്രമായിട്ട് കൊടുക്കുന്നതെന്നൊക്കെ മെറിയുടെ അമ്മ പറയുമ്പോഴത്തേക്കും മെറിയുടെ അമ്മ എത്രത്തോളം സ്നേഹമുള്ള ഒരു അമ്മയാണെന്നുള്ള കാര്യം അവരും മനസ്സിലാക്കുകയാണ്. കൂടാതെ നേരത്തെ ഉങ്സും അതേ ഫുഡ് ഐറ്റം എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ വില കുറഞ്ഞ രീതിക്ക് അവന് കൂടുതൽ ഫുഡ് ഐറ്റം ഒക്കെ കൊടുത്തു വിടുകയാണ് മെറിയുടെ അമ്മയും. സോ അവിടെ നിന്നും ഇറങ്ങിയ സമയത്ത് തന്നെ ആന്റിക്ക് മെറിയുടെ അമ്മേനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് മുത്തശ്ശിനെ വിളിച്ചറിയിക്കുന്നു.
ഞാൻ മെറിയുടെ അമ്മേനെ നേരിട്ട് കണ്ട സമയത്തും എനിക്ക് ആ ഫാമിലിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നമുക്കൊരു ഫാമിലി മീറ്റിംഗ് ഒക്കെ നടത്താമെന്ന രീതിക്ക് ആന്റി പറയുമ്പഴത്തേക്കും, നിലവില് കമ്പനിയുടെ ചുമതലയൊക്കെ വൂച്ചിന് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഞങ്ങൾക്ക് കുറച്ചുകൂടി ടൈം വേണമെന്ന രീതിക്ക് മെറിയും വൂച്ചുവും സംസാരിക്കുന്നു. എന്തായാലും വൂച്ചുവിന്റെ കല്യാണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ആയതുകൊണ്ട് തന്നെ വുങ്സുവിന്റെ കല്യാണം അടുത്തതായിട്ട് നടത്തുവാനായിട്ടാണ് ആന്റി ആഗ്രഹിക്കുന്നത്. സോ മെറിയുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ബ്ലൈൻഡ് ഡേറ്റ് ഒക്കെ വെച്ചാലോ എന്ന രീതിക്ക് ആന്റിയും സംസാരിക്കുന്നു. സെക്രട്ടറിയും കുറച്ച് ആമകളെയൊക്കെ പെറ്റായിട്ട് വളർത്തുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ സെക്രട്ടറിക്ക് ഇപ്പോൾ ജയിലിൽ പോകേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. സോ ആമകളെ നോക്കുവാനായിട്ടുള്ള ഡ്യൂട്ടി ചിൻക്യുങ്ങിനെയാണ് സെക്രട്ടറി ഏൽപ്പിച്ചിട്ടുള്ളത്. അവളും നല്ല രീതിക്ക് തന്നെ ആമകളെ നോക്കുന്നു. കൂടാതെ സെക്രട്ടറിക്ക് കത്തെഴുതുകയും ആമകളുടെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷമുള്ള മെറിയുടെയും പൂച്ചുവിന്റെ വെഡിങ് ഡേ കാണിക്കുന്നു. ഈ ഒരു സമയത്ത് വെഡിങ്ങിന് വേണ്ടി ആൾക്കാരെല്ലാവരും തന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മെറിയുടെ അമ്മയുടെ കടയൊക്കെ നല്ല രീതിക്ക് തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. മെറിയുടെ അനിയത്തിയും ഒരു വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അത് വൈറലാവുകയും കൂടുതൽ ആൾക്കാർ അവരുടെ കടയൊക്കെ അന്വേഷിച്ച് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അനിയത്തി തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അമ്മയും പറയുന്നു. കൂടാതെ ഓങ്സിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓങ്സിങ് ഇപ്പോൾ ഒരു ഗെയിമിംഗ് കമ്പനിയൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ കാര്യങ്ങളും നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നു. സോ ഓങ്സിങ്ങിന്റെ അമ്മയാകട്ടെ മറിയുടെ അമ്മയുടെ അടുത്ത് നിങ്ങളുടെ മകൾ ആരെയും ഡേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ മക്കളെ തമ്മിൽ ഡേറ്റ് ചെയ്യിച്ചാലോ എന്ന രീതിക്കൊക്കെ ചോദിക്കുകയാണ്. ജിൻകുങ് വിവാഹമൊക്കെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ജയിലിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സെക്രട്ടറി കൂടി ജിൻകുങ്ങിന്റെ ഒപ്പം നിൽക്കുന്നു. അങ്ങനെ ഇപ്പോൾ മെറിയും വൂച്ചും കൂടി ഒന്നിച്ച് അവരുടെ വിവാഹവേദിയിലേക്കും എത്തിക്കുകയാണ്. സോ ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവരും ഓർത്തു നോക്കുന്നു. ലൈഫിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ആ ഒരു സമയത്തെല്ലാം തന്നെ ആ ഒരു പ്രശ്നങ്ങളെ നേരിടുവാനായിട്ട് വൂച്ചിനൊപ്പം തന്നെ മെറിയും മെറിയുടെ ഒപ്പം തന്നെ വൂച്ചുവും ഉണ്ടായിരുന്നു എന്നും ജീവിതകാലം മുഴുവൻ അവർ ഒന്നിച്ചിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ വിവാഹമൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഡ്രാമയുടെ ലാസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.